വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് 1,00,000 രൂപ സമ്മാനവുമായി ഞാനെത്തുന്നു. 19 രൂപ മുതൽ 999 രൂപ വരെയുള്ള ട്രെൻഡിംഗ് ഫാഷൻ ഇനി നിലമ്പൂരിന്റെ മണ്ണിലേക്ക്. ഡിസംബർ 20 രാവിലെ 10 മണിക്ക് ആറ്റ്ലസ് ഫാഷന്റെ 21ാമത് ഷോറൂം നിലമ്പൂരിൽ ഡിസംബർ 20 കാലത്ത് 10 മണിക്ക് പ്രശസ്ത സിനിമാ താരം ഹണി റോസ് നിർവഹിക്കുന്നു. ചില കാര്യങ്ങളിൽ തർക്കമേയില്ല. പിട്ടാപ്പള്ളി ഏജൻസീസ്, ദ മോസ്റ്റ് ട്രസ്റ്റഡ് നെയിം ഇൻ TV, മൊബൈൽസ് ആൻഡ് അപ്ലയൻസസ്. പണമില്ലെങ്കിൽ വിഷമിക്കേണ്ട. സോളാർ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും. മിതമായ നിരക്കിൽ നിങ്ങളുടെ വീട്ടിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തു തരുന്നു. KM Solar World, complete solar solution. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപ്പിംഗ് വെഡിങ്സ്. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആകാംക്ഷകൾക്ക് വിരാമം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നഗരസഭകളിൽ ജനപ്രതിനിധികൾ ചെയർപേഴ്സണും ചെയർമാനുമൊക്കെയായി ഇന്ന് അധികാരമേറ്റു. നോക്കാം വിശദമായ വാർത്തകളിലേക്ക്. നിലമ്പൂർ നഗരസഭയുടെ 4ാമത്തെ ചെയർപേഴ്സണായി പത്മിനി ഗോപിനാഥ് അധികാരമേറ്റു. വൈസ് ചെയർമാനായി ഷൗക്കത്ത് അലി കൂമഞ്ചേരിയെയും തെരഞ്ഞെടുത്തു. ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ 7-നെതിരെ 28 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പത്മിനി ഗോപിനാഥ് നഗരസഭയുടെ അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. നിലമ്പൂർ ജില്ലാ ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ ആംബുലൻസ് ഡ്രൈവർ അതിക്രമം നടത്തിയതായി പരാതി. ആംബുലൻസ് ഡ്രൈവർമാർ തമ്മിലുള്ള തർക്കത്തെ തുടർന്നാണ് കാഷ്വാലിറ്റിയിൽ ആയുധവുമായി എത്തി അക്രമം നടത്തിയതെന്ന് പരാതിയിൽ പറയുന്നു. റാഞ്ചിയിൽ നടന്ന ദേശീയ ജൂനിയർ അണ്ടർ 17 വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിനായി വെള്ളി മെഡൽ നേടിയ നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ താരങ്ങൾക്ക് ഉജ്ജ്വല സ്വീകരണം. ആവേശകരമായ ഫൈനലിൽ ബീഹാറിനോട് പൊരുതിയാണ് കേരള ടീം റണ്ണറപ്പായത്. നിലമ്പൂർ നഗരസഭയുടെ 4ാമത്തെ ചെയർപേഴ്സണായി പത്മിനി ഗോപിനാഥ് അധികാരമേറ്റു. ഇന്ന് രാവിലെ നടന്ന കൗൺസിൽ യോഗത്തിലാണ് പത്മിനി ഗോപിനാഥിനെ ചെയർപേഴ്സണായി തെരഞ്ഞെടുത്തത്. കൗൺസിൽ യോഗത്തിൽ പത്മിനി ഗോപിനാഥിന്റെ പേര് ചെറുവത്തുകുന്ന് ഡിവിഷൻ കൗൺസിലർ മുംതാസ് ബാബു നിർദ്ദേശിച്ചു. ഇയമ്മട ഡിവിഷൻ കൗൺസിലർ ഷേർലി ടീച്ചർ പിന്താങ്ങി. LDFന്റെ സ്ഥാനാർത്ഥിയായി സ്വപ്ന ടീച്ചറുടെ പേര് പൊട്ടിപ്പാറ കൗൺസിലർ സനില നിർദ്ദേശിച്ചു. കൊളക്കണ്ടം കൗൺസിലർ മിനീസ് കറിയ പിന്താങ്ങി. വോട്ടെടുപ്പിൽ 7-നെതിരെ 28 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പത്മിനി ഗോപിനാഥ് വിജയിച്ചത്. LDFന്റെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി സ്വപ്ന ടീച്ചർക്ക് 7 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. NDA അംഗം മേലേക്കളം വിജയനാരായണൻ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. 36 പേര് പ്രസന്റ് ആയിരുന്നെങ്കിലും ഒരാൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ബാക്കി 35 പേര്. ഒന്നാം സ്ഥാനാർത്ഥിയായി മത്സരിച്ച പത്മിനി ഗോപിനാഥ് 28 വോട്ടുകൾ. സ്വപ്ന ടീച്ചർക്ക് 7 വോട്ടുകളാണ് ലഭിച്ചിരിക്കുന്നത്. 7 വോട്ടുകൾ, 28ഉം 7ഉം 35, ഒരു വോട്ട് ചെയ്തിട്ടുള്ളതാണ് 36. നിലമ്പൂർ മുനിസിപ്പൽ കൗൺസിലിലെ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട പത്മിനി ഗോപിനാഥ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന UDF കൗൺസിൽ യോഗത്തിലാണ് പത്മിനി ഗോപിനാഥിനെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുത്തത്. ഇന്ന് രാവിലെ ചേർന്ന യോഗത്തിൽ LDF SC സംവരണ സീറ്റിൽ നിന്നും വിജയിച്ച സ്വപ്ന ടീച്ചറെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചു.
ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട പത്മിനി ഗോപിനാഥിനെ സഹ കൗൺസിലർമാർ ഹാരാർപ്പണം നൽകി സ്വീകരിച്ചു. തുടർന്ന് UDFന്റെ പ്രമുഖരായ നേതാക്കളും യുവജന സംഘടനാ നേതാക്കളും ഹാരാർപ്പണം നടത്തി. നേതാക്കളുടെ സാന്നിധ്യത്തിൽ പത്മിനി ഗോപിനാഥ് ചെയർപേഴ്സണായി അധികാരമേറ്റു. നിലമ്പൂർ നഗരസഭയുടെ വൈസ് ചെയർമാനായി ഷൗക്കത്ത് അലി കൂമഞ്ചേരി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രതിപക്ഷം മത്സരിക്കുമെന്ന് അറിയിച്ചെങ്കിലും അവസാന നിമിഷം നിലപാട് മാറ്റിയതോടെ വോട്ടെടുപ്പില്ലാതെയാണ് വൈസ് ചെയർമാനായി ഷൗക്കത്ത് അലി കൂമഞ്ചേരി തെരഞ്ഞെടുക്കപ്പെട്ടത്. കല്ലേമ്പാടം ഡിവിഷൻ കൗൺസിലർ കിഷോർ കുമാർ പേര് നിർദ്ദേശിച്ചു. പാടിക്കുന്ന് ഡിവിഷൻ കൗൺസിലർ ഷിഹാബ് പിന്താങ്ങി. പ്രവർത്തകരും സഹ കൗൺസിലർമാരും വിജയിച്ച കൂമഞ്ചേരി ഷൗക്കത്ത് അലിക്ക് ഹാരാർപ്പണം നടത്തി. തുടർന്ന് വൈസ് ചെയർപേഴ്സൺ ക്യാബിനിലേക്ക് നേതാക്കൾ ആനയിച്ചു. വികസന പ്രവർത്തനങ്ങൾക്ക് പ്രാമുഖ്യം നൽകി പ്രവർത്തിക്കുമെന്ന് ഷൗക്കത്ത് അലി കൂമഞ്ചേരി മാധ്യമങ്ങളോട് പറഞ്ഞു. വീടുകൾ ഈ മുനിസിപ്പാലിറ്റിയിൽ വീടുകളില്ലാത്ത ആളുകളുണ്ട്, അവർക്ക് വീടുകൾ വെച്ച് കൊടുക്കുക. സ്ഥലമില്ലാത്ത ആളുകളുണ്ട്, അവർക്ക് സ്ഥലം എന്തെങ്കിലും ചെയ്തുകൊണ്ട് ഏർപ്പാടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഈ സ്ഥാപനങ്ങൾ, ഈ നമ്മുടെ കെട്ടിടങ്ങൾ, ബിൽഡിങ്ങുകൾ, നമ്മളെ കടകൾ, റൂമുകളൊക്കെ അവർക്ക് വേണ്ട ഒരു പാക്കേജൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് അവരെ വെറുതെ എന്തെങ്കിലും ടാക്സിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയത്തിൻ്റെ പേരിലോ ചെറിയ ചെറിയ ന്യൂനതകളുള്ള ബിൽഡിങ്ങുകൾക്കൊക്കെ പെർമിറ്റ് കൊടുക്കാതെ അതല്ലെങ്കിൽ അവരെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ പോകുന്ന ആ സംവിധാനം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ നമ്പറിടാത്ത കുറേ വീടുകളുണ്ട്, നമ്പർ കൊടുക്കാത്ത കുറേ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് നമ്പറിടാത്ത വീടുകളുണ്ട്. അവർക്കൊക്കെ നമ്പർ ഇട്ട് കൊടുത്തുകൊണ്ട് അവർക്കൊരു വീട് എന്നൊരു സ്വപ്നം പൂവണിയിപ്പിക്കുക. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ കയറി ആംബുലൻസ് ഡ്രൈവർ അതിക്രമം നടത്തിയതായി പരാതി. ഇന്ന് രാവിലെയാണ് അത്യാഹിത വിഭാഗത്തിൽ സംഭവം നടന്നത്. ആംബുലൻസ് ഡ്രൈവറായ മുജീബ് എന്നയാൾക്കെതിരെയാണ് ഡ്യൂട്ടി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സൂപ്രണ്ട് നിലമ്പൂർ പോലീസിൽ പരാതി നൽകിയത്. രാവിലെ മറ്റൊരു ആംബുലൻസ് ഡ്രൈവറുമായി ആശുപത്രിക്ക് പുറത്ത് അടിപിടി നടന്നതായി പറയുന്നു. തോളെല്ലിന് പരിക്കേറ്റ ഇയാൾ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സ തേടിയപ്പോഴാണ് മുജീബ് എന്നയാൾ ആയുധവുമായി അതിക്രമിച്ചു കടന്ന് അക്രമം നടത്തിയതെന്നാണ് പരാതിയിൽ പറയുന്നത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നിരോധിത പാൻ മസാല കടത്തിൽ ഒരാൾ അറസ്റ്റിൽ. വഴിക്കടവ് പോലീസാണ് മണിമൂളി സ്വദേശിയെ അറസ്റ്റ് ചെയ്തത്. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് പാൻ മസാലകൾ കടത്തുന്ന ഒരാൾ കൂടിയാണ് അറസ്റ്റിലായത്. വിൽപ്പനയ്ക്ക് വെച്ച നിരോധിത ലഹരി ഉൽപ്പന്നമായ 345 പാക്കറ്റ് ഹാൻസുമായി മധ്യവയസ്കൻ വഴിക്കടവ് പോലീസിന്റെ പിടിയിലായി. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷവുമായി ബന്ധപ്പെട്ട് ലഹരി ഉപയോഗവും വിൽപ്പനയും തടയുന്നതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ വഴിക്കടവ് മണിമൂളി അങ്ങാടിയിൽ വ്യാപാര സ്ഥാപനം നടത്തുന്ന ചേർക്കുന്നൻ സഫീഖ് അലി എന്നയാളെയാണ് നിരോധിത ഉൽപ്പന്നമായ 345 പാക്കറ്റ് ഹാൻസുമായി വഴിക്കടവ് പോലീസ് സബ് ഇൻസ്പെക്ടർ H. ഫിർസാദ് അറസ്റ്റ് ചെയ്തത്. മണിമൂളി അങ്ങാടിയിലും വഴിക്കടവിലെ വിവിധ ഭാഗങ്ങളിലും ലഹരി വസ്തുക്കൾ ചില്ലറ വിൽപ്പന നടത്തുകയാണ് ഇയാളുടെ രീതി. തമിഴ്നാട്ടിൽ നിന്നും ഇയാൾ ലഹരി ഉൽപ്പന്നവുമായി വരുന്നുണ്ടെന്ന് വഴിക്കടവ് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് മണിമൂളിയിൽ വെച്ച് നടത്തിയ പരിശോധനയിലാണ് ഹാൻസുമായി പിടിയിലായത്. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷവുമായി ബന്ധപ്പെട്ട് ലഹരി ഉപയോഗവും വിൽപ്പനയും തടയുന്നതിൻ്റെ ഭാഗമായുള്ള
പരിശോധനകൾ തുടർ ദിവസങ്ങളിലും കർശനമാക്കുമെന്ന് വഴിക്കടവ് ഇൻസ്പെക്ടർ ധൻജയൻദാസ് TV അറിയിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ലഹരി വസ്തുക്കൾ എത്തിച്ചു നൽകുന്ന ഡീലർമാരെക്കുറിച്ചും അന്വേഷണം നടത്തിവരുന്നുണ്ട്. വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ ധൻജയൻദാസിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ AH ഫിർസാദ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനീഷ് സുഗേഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ വിനീഷ് മാന്തൊടി, ഗീത, സലാഹുദ്ദീൻ എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. കാന്തപുരം നടത്തുന്ന കേരള യാത്രയുടെ പ്രചരണാർത്ഥം നടത്തിയ സന്ദേശയാത്രയ്ക്ക് നിലമ്പൂരിൽ സ്വീകരണം നൽകി. നിലമ്പൂർ ചന്തക്കുന്നിലാണ് സന്ദേശയാത്രയ്ക്ക് വിപുലമായ സ്വീകരണം ഒരുക്കിയത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള യാത്രയുടെ പ്രചരണാർത്ഥം കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ കമ്മിറ്റി സന്ദേശയാത്ര സംഘടിപ്പിച്ചു. സന്ദേശയാത്രയ്ക്ക് നിലമ്പൂരിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. ചന്തക്കുന്നിൽ നടന്ന സ്വീകരണ സമ്മേളനം സമസ്ത ജില്ലാ സെക്രട്ടറി TT മഹമ്മൂദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. കേരള മുസ്ലിം ജമാഅത്ത് സോൺ പ്രസിഡന്റ് സുലൈമാൻ ദാരിമി അധ്യക്ഷത വഹിച്ചു. ആര്യടൻ ഷൗക്കത്ത് MLA, നഗരസഭാ കൗൺസിലർമാരായ PM ബഷീർ, ഷൗക്കത്ത് അലി കൂമഞ്ചേരി എന്നിവർ മുഖ്യാതിഥികളായി. ജാഥ ക്യാപ്റ്റൻ വടശ്ശേരി ഹസൻ മുസ്ലിയാർ, SYS സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാദിഖ് സഖാഫി പെരിന്താറ്റിരി എന്നിവർ വിഷയാവതരണം നടത്തി. സമസ്ത മുന്നോട്ട് വയ്ക്കുന്ന മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയം മാനവികതയുടെ സന്ദേശമാണെന്നും മനുഷ്യാവകാശ സംരക്ഷണത്തിനുള്ള പ്രഖ്യാപനമാണെന്നും സാദിഖ് സഖാഫി പെരിന്താറ്റിരി പറഞ്ഞു. ശാസ്ത്ര പുരോഗതികൾ കൊണ്ട് എന്ത് നേടിയാലും മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ കഴിയുമ്പോൾ മാത്രമാണ് ലോകത്ത് സമാധാനം സ്ഥാപിക്കുവാനാകുകയെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ രാജ്യം നിലനിൽക്കുക, രാജ്യത്തിന്റെ പരമാധികാരം നിലനിൽക്കുക, മതേതര സ്വഭാവം നിലനിർത്തുക എന്ന വിഷയത്തിൽ നമ്മളെല്ലാം ഒന്നിക്കണം. രാജ്യത്തിന്റെ ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ ആ ഗവൺമെന്റിന്റെ നിയമങ്ങൾ നാം അനുസരിക്കേണ്ടതുണ്ട്. ഗവൺമെന്റിനോടൊപ്പം നമുക്കറിയാം, തൊട്ടപ്പുറത്ത് പാകിസ്ഥാൻ, ഇനി വേറെ ഏത് രാജ്യമായാലും ഈ രാജ്യത്തെ കടന്നാക്രമിക്കുകയാണെങ്കിൽ മോഡിക്ക് വേണ്ടിയല്ല നമ്മൾ അവർക്കെതിരെ ഒന്നിച്ചു നിൽക്കുന്നത്, ഈ രാജ്യത്തിന് വേണ്ടിയാണ്. അതിൽ മോഡിയുമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ സമസ്തയുടെ പണ്ഡിത സഭയിൽ മെമ്പർഷിപ്പ് കൊടുക്കുകയുള്ളൂ എന്ന് ആമുഖത്തിൽ തന്നെ എഴുതി വെച്ച ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുലമ. ജാഥ അംഗങ്ങളായ KKS തങ്ങൾ പെരിന്തൽമണ്ണ, KT ത്വാഹിർ സഖാഫി മഞ്ചേരി, അലവിക്കുട്ടി ഫൈസി എടക്കര, KP ജമാൽ കരുളായി, AP ബഷീർ ചെല്ലക്കുടി, കുഞ്ഞീദു മുസ്ലിയാർ, CH ഹംസ സഖാഫി, റഷീദ് സഖാഫി വെല്ലപ്പുഴ എന്നിവർ സംസാരിച്ചു. ബാപ്പു തങ്ങൾ മമ്പാട്, ഹൈദരലി തങ്ങൾ, ആബിദ് ഹുസൈൻ തങ്ങൾ, കൊമ്പൻ മുഹമ്മദ് ഹാജി, അക്ബർ ഫൈസി മമ്പാട്, TK അബ്ദുള്ള കുണ്ടുതോട്, റഷീദ് മുസ്ലിയാർ കരുളായി, CK നാസർ മുസ്ലിയാർ, സഫാൻ അസ്ഹരി, അൻവർ വല്ലപ്പുഴ, ഉമ്മർ സഖാഫി, അസറുദ്ദീൻ ബുഖാരി എന്നിവർ സംബന്ധിച്ചു. KNG റോഡിൽ വെളിയന്തോട് നിന്ന് സെനിറ്ററി അംഗങ്ങളുടെ നേതൃത്വത്തിൽ ആനയിച്ചാണ് ജാഥ അംഗങ്ങളെ വേദിയിലെത്തിച്ചത്. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിച്ചതിന് 5000 രൂപ പിഴ ചുമത്തി. മമ്പാട് പഞ്ചായത്തിലെ പുളിക്കലൊടിയിൽ മാലിന്യം തള്ളിയ സംഭവത്തിലാണ് പഞ്ചായത്ത് അധികൃതർ പിഴ ചുമത്തിയത്. ഹെൽത്ത് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് മാലിന്യം തള്ളിയവരെക്കുറിച്ച് വിവരം ലഭിച്ചത്. ഇവരെ വിളിച്ചു വരുത്തി മാലിന്യം നീക്കം ചെയ്യിപ്പിച്ചു. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ തുടർന്നും കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി P അവിസന്ന അറിയിച്ചു. റാഞ്ചിയിൽ നടന്ന ദേശീയ ജൂനിയർ അണ്ടർ 17 വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിനായി വെള്ളി മെഡൽ നേടിയ നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ താരങ്ങൾക്ക് ഉജ്ജ്വലമായ സ്വീകരണം നൽകി. വനിതാ ഫുട്ബോളിലെ അതികായകന്മാരും നിലവിലെ ചാമ്പ്യന്മാരുമായിരുന്ന മണിപ്പൂരിനെ സെമി ഫൈനലിൽ തകർത്തുവിട്ടാണ് കേരളം കലാശ പോരാട്ടത്തിന് അർഹത നേടിയത്. ആവേശകരമായ ഫൈനലിൽ ബീഹാറിനോട് പൊരുതിയാണ് കേരളം റണ്ണറപ്പായത്. വർഷങ്ങൾക്ക് ശേഷം ദേശീയ തലത്തിൽ കേരള പെൺപട നേടിയ ഈ ചരിത്ര നേട്ടത്തിൽ നിലമ്പൂരിന്റെ സ്വന്തം വിദ്യാലയമായ മാനവേദൻ സ്കൂളിലെ 3 താരങ്ങൾ ഉൾപ്പെട്ടത് നാടിന് അഭിമാനമായി. മലപ്പുറം ജില്ലയിൽ നിന്നും ഇവർ 3 പേർക്ക് മാത്രമാണ് കേരള ടീമിലേക്ക് ഇടം പിടിക്കാനായത്. സ്കൂളിലെ വിദ്യാർത്ഥികളായ അലീന അഷറഫ്, നഷ മറിയം, അങ്കിത എന്നിവരെയാണ് നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് ആവേശകരമായി വരവേറ്റത്. നിലമ്പൂർ രാമൻകുത്ത് സ്വദേശികളായ അഷറഫ്, സജന ദമ്പതികളുടെ മകളാണ് അലീന. മോങ്ങം സ്വദേശികളായ ഇർഷാദ്, റംസീന ദമ്പതികളുടെ മകളാണ് നഷ മറിയം. ഇരുവരും 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. കാരാട് സ്വദേശികളായ മനോജ്, സുനിത ദമ്പതികളുടെ മകളായ അങ്കിത സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്.
നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു. SMC ചെയർമാൻ മുഹമ്മദ് കോയ കടവത്ത്, സ്കൂൾ PTA പ്രസിഡന്റ് മുജീബ് പാറപ്പുറം എന്നിവർ സംസാരിച്ചു. ദേശീയ തലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചെത്തിയ താരങ്ങളെ കേക്ക് മുറിച്ചും പൂക്കൾ നൽകിയുമാണ് സ്വീകരിച്ചത്. നഗരസഭാ കൗൺസിലർമാരായ ഷൗക്കത്ത് അലി കൂമഞ്ചേരി, ഷിഹാബ് മൂർഖൻ, ഉമ്മർ നാണി, ഷെഫീഖ് മണലൊടി, കിഷോർ കുമാർ, ഫ്രാൻസിസ് AT എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. PTA ഭാരവാഹികളായ ഷാജഹാൻ BA, സുൽഫീഖർ അലി, സക്കീർ മാടത്തിങ്കൽ, ഫൈസൽ എന്നിവർ സ്വീകരണ ചടങ്ങിന് നേതൃത്വം നൽകി. സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അംഗങ്ങളായ യൂസഫ് അല്ലിക്കൽ, ഷബീർ അലി മാടാല, നസീർ ചന്തുകുന്ന, റഫീഖ് പുന്നക്കാടൻ, അബ്ദുൾ അലി ജനതപ്പടി, കേശവദാസ് എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. താരങ്ങളുടെ ഈ നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച സ്കൂൾ കായികാധ്യാപകൻ ഷാഹിദ്, കോച്ച് കമാലുദ്ദീൻ മോയിക്കൽ എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു. മാനവേദൻ സ്കൂളിന്റെയും നിലമ്പൂരിന്റെയും ഖ്യാതി ദേശീയ കായിക ഭൂപടത്തിൽ എത്തിച്ച പെൺകരുത്തിനെ ചടങ്ങിൽ പ്രകീർത്തിച്ചു. ഒരിടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകളിലേക്ക് തിരിച്ചു വരാം. ₹1,00,000 സമ്മാനവുമായി ഞാൻ എത്തുന്നു. ലുക്കിന് വിലയില്ല, ഫാഷന് വിലയില്ല, ട്രെൻഡിന് വിലയില്ല, സ്റ്റൈലിന് വിലയില്ല. ഈ പറഞ്ഞതൊന്നും വെറുതെയല്ല. ₹19 മുതൽ ₹999 വരെയുള്ള ട്രെൻഡിംഗ് ഫാഷൻ ഇനി നിലമ്പൂരിന്റെ മണ്ണിലേക്ക്. ഡിസംബർ 20 രാവിലെ 10 മണിക്ക് ആറ്റ്ലസ് ഫാഷന്റെ 21ാമത് ഷോറൂം നിലമ്പൂരിൽ ഡിസംബർ 20 കാലത്ത് 10 മണിക്ക് പ്രശസ്ത സിനിമാ താരം ഹണി റോസ് നിർവഹിക്കുന്നു. ഏവർക്കും സ്വാഗതം. അറ്റ്ലസിന്റെ നിലമ്പൂർ ഷോറൂം ഉദ്ഘാടനത്തിനായി ₹1,00,000 സമ്മാനവുമായി ഞാൻ എത്തുന്നു. ₹1,00,000 വീതം 2 പേർക്ക്. അപ്പൊ നമുക്ക് ഒരുമിച്ച് ഷോപ്പ് ചെയ്യാം, ഒരുമിച്ച് ട്രെൻഡിംഗ് ആവാം. ആറ്റ്ലസ് ഫാഷൻ, മിനർവാപ്പടി, നിലമ്പൂർ. പണമില്ലെങ്കിൽ വിഷമിക്കേണ്ട, സോളാർ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും. വർദ്ധിച്ചു വരുന്ന കറന്റ് ബില്ലിൽ നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കായി KM സോളാർ വേൾഡിൽ പരിഹാരമുണ്ട്. 8 വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യവും 3 കിലോവാട്ട് മുതൽ 100 കിലോവാട്ട് വരെയുള്ള സോളാർ പ്ലാന്റുകൾ. ഇൻസ്റ്റാൾ ചെയ്ത് പ്രവൃത്തി പരിചയമുള്ള KM സോളാർ വേൾഡിൽ പ്രമുഖ ബ്രാൻഡുകളായ ലിവ് ഫാസ്റ്റ്, ലിവ് ഗാർഡ്, അദാനി, ലൂമിനസ്, V-Guard, വാരി എന്നീ കമ്പനികളുടെ ഓൺ ഗ്രിഡ്, ഓഫ് ഗ്രിഡ് ഇൻവെർട്ടർ, ബൈഫേഷ്യൽ ടോപ്കോൺ എന്നീ പാനലുകളും ലഭ്യമാണ്. MNRE, KSCB എന്നിവയുടെ അപ്രൂവലുള്ള KM സോളാർ വേൾഡിൽ സബ്സിഡിക്ക് വേണ്ടിയുള്ള എല്ലാ പേപ്പർ വർക്കുകളും ഉൾപ്പെടെ മിതമായ നിരക്കിൽ നിങ്ങളുടെ വീട്ടിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തു തരുന്നു. കൂടാതെ പ്രമുഖ ബ്രാൻഡുകളുടെ ഇൻവെർട്ടറും ബാറ്ററിയും, ലിഥിയം ബാറ്ററി എന്നിവയും KM സോളാറിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. KM സോളാർ വേൾഡ്, കംപ്ലീറ്റ് സോളാർ സൊല്യൂഷൻ. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപ്പിംഗ് വെഡിങ്സ്. ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. വിവിധ ഇനം തെങ്ങിൻ തൈകൾ, 30 ഇനം പ്ലാവിൻ തൈകൾ, 60 ഇനം മാവിൻ തൈകൾ, 10 ഇനം റംബൂട്ടാൻ, 14 ഇനം പേരകൾ, 10 ഇനം ചാമ്പകൾ,
എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ. മോഹിത് നഗർ, ഇന്റർമംഗള, കാസർഗോഡൻ കൊമങ്ങിൻ തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, ആമ്പൽ, താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ. സിമന്റ്, മണ്ണ്, പ്ലാസ്റ്റിക്, സെറാമിക്, ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം. ജൈവവളങ്ങൾ, ജൈവ കീടനാശിനി, ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ, അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ച് നൽകുകയും ചെയ്യുന്നു. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875. മമ്മൂക്കയുടെ ഗ്ലാമറിന്റെ അത്രയൊന്നും വരില്ലല്ലോ. ലാലേട്ടന്റെ ചിരിയുടെ അത്രയും വരും. രാക്ഷസ രാജാവ്, പോക്കിൻ രാജ, പ്രജാപതി, മാടമ്പി, കിരീടം, വാനപ്രസ്ഥം, കമലതളം, റാഞ്ചിയേട്ടൻ, ഭ്രമയുഗം. ടി വിയിൽ മമ്മൂക്കയുടെ പടം വെക്കണോ ലാലേട്ടന്റെ പടം വെക്കണോ എന്ന കാര്യത്തിൽ മാത്രമേ ഞങ്ങൾ തമ്മിൽ തർക്കമുള്ളൂ കേട്ടോ. പക്ഷേ ടി വി പിട്ടാപ്പള്ളിയിൽ തന്നെ വാങ്ങണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ തമ്മിൽ യാതൊരു തർക്കമില്ലായിരുന്നു. ചില കാര്യങ്ങളിൽ തർക്കമേ ഇല്ല. പിട്ടാപ്പള്ളി ഏജൻസീസ്, ദ മോസ്റ്റ് ട്രസ്റ്റഡ് നെയിം ഇൻ TV, മൊബൈൽസ് ആൻഡ് അപ്ലയൻസസ്. 1 ലക്ഷം രൂപ സമ്മാനവുമായി ഞാൻ എത്തുന്നു. ലുക്കിന് വിലയില്ല, ഫാഷന് വിലയില്ല, ട്രെൻഡിന് വിലയില്ല, സ്റ്റൈലിന് വിലയില്ല. ഈ പറഞ്ഞതൊന്നും വെറുതെയല്ല. 19 രൂപ മുതൽ 999 രൂപ വരെയുള്ള ട്രെൻഡിംഗ് ഫാഷൻ ഇനി നിലമ്പൂരിന്റെ മണ്ണിലേക്ക്. ഡിസംബർ 20 രാവിലെ 10 മണിക്ക് ആറ്റ്ലസ് ഫാഷന്റെ 21ാമത് ഷോറൂം നിലമ്പൂരിൽ ഡിസംബർ 20 കാലത്ത് 10 മണിക്ക് പ്രശസ്ത സിനിമാ താരം ഹണി റോസ് നിർവഹിക്കുന്നു. ഏവർക്കും സ്വാഗതം. അറ്റ്ലസിന്റെ നിലമ്പൂർ ഷോറൂം ഉദ്ഘാടനത്തിനായി 1 ലക്ഷം രൂപ സമ്മാനവുമായി ഞാൻ എത്തുന്നു. 1/2 ലക്ഷം രൂപ വീതം 2 പേർക്ക്. അപ്പൊ നമുക്ക് ഒരുമിച്ച് ഷോപ്പ് ചെയ്യാം, ഒരുമിച്ച് ട്രെൻഡിംഗ് ആവാം. ആറ്റ്ലസ് ഫാഷൻ, മിനർവാപ്പടി, നിലമ്പൂർ. വാർത്തകൾ തുടരുന്നു പ്രേക്ഷകരെ. വിദ്യാർത്ഥികളിൽ സാമൂഹിക പ്രതിബദ്ധതയും സേവന മനോഭാവവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ വണ്ടൂർ അംബേദ്കർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇന്റർനാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് സംഘടിപ്പിക്കുന്ന സപ്തദിന സഹവാസ ക്യാമ്പ് ജ്വാല 2025 തുടക്കമായി. കാപ്പിൽ കാരാട് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങ് വണ്ടൂർ പഞ്ചായത്ത് അംഗം പി രമേശൻ ഉദ്ഘാടനം ചെയ്തു. മനസ്സ് നന്നാവട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തി മുന്നോട്ട് വന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ആദ്യമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ വരുംകാല ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കുവാൻ ഈ ക്യാമ്പിൻ്റെ തുടർന്നുണ്ടാവുന്ന അനുഭവങ്ങൾ നിങ്ങളെ സഹായിക്കട്ടെ. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിന്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങൾ, വിവിധ ബോധവൽക്കരണ ക്ലാസുകൾ, വ്യക്തിത്വ വികസന സെമിനാറുകൾ, വിദ്യാർത്ഥികളുടെ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന സാംസ്കാരിക പരിപാടികൾ എന്നിവ നടക്കും. സ്കൂൾ PTA പ്രസിഡന്റ് പ്രമേഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ഹംസ, ഷിബില പ്രദീപ്, കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ഷംസുദ്ദീൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ പ്രധാന അധ്യാപിക രജനി, സ്കൂൾ SMC ചെയർമാൻ ജ്യോതിഷ് കുമാർ, കോളേജ് മാനേജ്മെന്റ് സെക്രട്ടറി ഹരിദാസൻ, IQAC കോർഡിനേറ്റർ ഡോക്ടർ AS സനിൽ, PTA വൈസ് പ്രസിഡന്റ് ബിജു, SMC വൈസ് ചെയർപേഴ്സൺ റഹീന എന്നിവരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ P ഉണ്ണികൃഷ്ണൻ, സഹീർ, പ്രകാശ് എന്നിവരും സംസാരിച്ചു. പ്രാദേശിക ക്ലബ്ബ് ഭാരവാഹികളും ചടങ്ങിൽ സംബന്ധിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ EC സലീന സ്വാഗതവും സെക്രട്ടറി ഷാമിൽ P നന്ദിയും പറഞ്ഞു. വയനാടിനെ പ്രമേയമാക്കി പ്രിയങ്ക ഗാന്ധി MP-യുടെ പുതുവത്സര സമ്മാനമായി കലണ്ടർ പുറത്തിറക്കി. MP ആയതിനു ശേഷം പ്രിയങ്ക ഗാന്ധി നടത്തിയ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയാണ് കലണ്ടർ. മുക്കം മണാശ്ശേരി ശ്രീ കുന്നത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രിയങ്ക ഗാന്ധി MP നടത്തിയ തുലാഭാര വഴിപാടിന്റെ ചിത്രമാണ് ജനുവരി മാസത്തിന്റെ മുഖചിത്രം. കരുളായിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മണിയുടെ സഹോദരൻ അയ്യപ്പന്റെ കൈപിടിച്ച് നിലമ്പൂർ ചോലനായ്ക്കർ ഉന്നതിയിൽ നടക്കുന്ന ചിത്രമാണ് ഫെബ്രുവരി മാസത്തേത്. നൂൽപ്പുഴയിൽ കുടുംബശ്രീ സംരംഭമായ വനദുർഗ മുള ഉൽപ്പന്ന കേന്ദ്രത്തിൽ സരസ്വതി കൊട്ട നെയ്യുന്നത് കൗതുകത്തോടെ നോക്കി പഠിക്കുന്ന പ്രിയങ്ക ഗാന്ധിയുടെ ചിത്രവും ചെറുവയൽ രാമനോടൊപ്പം കൃഷിയിടത്തിൽ നടക്കുന്ന ചിത്രവുമെല്ലാം ഓരോ മാസത്തെ കലണ്ടറിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൽപ്പറ്റ ഹ്യൂം സെന്ററിൽ മേപ്പാടി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആശയവിനിമയം നടത്തിയപ്പോഴുള്ള ചിത്രവും മുത്തങ്ങ വന്യമൃഗ സങ്കേതത്തിൽ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള RRT സംഘവുമായി ആശയവിനിമയം നടത്തിയ ശേഷം ആനയ്ക്ക് ഭക്ഷണം നൽകുന്ന ചിത്രങ്ങളും കലണ്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ശ്രീമതി പ്രിയങ്ക ഗാന്ധി വയനാട് MP ആയി തെരഞ്ഞെടുത്ത് ഇക്കഴിഞ്ഞ ദിവസമാണ് 1 വർഷം പൂർത്തീകരിച്ചത്. MP ആയതിനു ശേഷമുള്ള പുതുവർഷമാണ് 2026. ആ 2026 പുതുവർഷത്തോട്
അനുബന്ധിച്ച് കഴിഞ്ഞ ഒരു വർഷം ശ്രീമതി പ്രിയങ്ക ഗാന്ധി വയനാട് പാർലമെന്റ് നടത്തിയ യാത്രകളുടെയും അനുഭവങ്ങളുടെയും ഒക്കെ മനോഹരമായ ചിത്രങ്ങളോട് കൂടിയ കലണ്ടറാണ് ഇത്തവണ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ കലണ്ടർ ഒരു വർഷം മുഴുവൻ ദിവസങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കുക മാത്രമല്ല, വയനാടിൻ്റെ പ്രത്യേകതകളും വയനാടിൻ്റെ സൗന്ദര്യവും വയനാടിൻ്റെ രുചികൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും സംസ്കാരവും ഒക്കെ ഉൾപ്പെടുന്ന ചിത്രങ്ങൾ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് ഈ കലണ്ടറിനെ സവിശേഷമായ പ്രത്യേകതയായി എടുത്തു പറയാനുള്ളത്. നിലമ്പൂർ നെടുമുണ്ടക്കുന്ന് ഡിവിഷൻ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വേറിട്ട ക്രിസ്തുമസ് ആഘോഷം നടത്തി. സംഘപരിവാർ ഭീകരതയ്ക്കെതിരെ പ്രതിഷേധ ക്രിസ്തുമസ് എന്ന പേരിലാണ് പരിപാടി നടത്തിയത്. വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് ജരീർ ബാബു അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സൈഫു ഏനാന്തി ഉദ്ഘാടനം ചെയ്തു. റമീസ് സ്വാഗതം പറഞ്ഞു. കൗൺസിലർ പ്രഭ ടീച്ചർ, മൂർഖൻ മാനു, ഷിബിൽ റഹ്മാൻ എന്നിവർ ആശംസകൾ നേർന്നു. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിലമ്പൂർ നഗരസഭയുടെ 4ാമത്തെ ചെയർപേഴ്സണായി പത്മിനി ഗോപിനാഥ് അധികാരമേറ്റു. വൈസ് ചെയർമാനായി ഷൗക്കത്ത് അലി കൂമഞ്ചേരിയെയും തെരഞ്ഞെടുത്തു. ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ 7-നെതിരെ 28 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പത്മിനി ഗോപിനാഥ് നഗരസഭയുടെ അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. നിലമ്പൂർ ജില്ലാ ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ ആംബുലൻസ് ഡ്രൈവർ അതിക്രമം നടത്തിയതായി പരാതി. ആംബുലൻസ് ഡ്രൈവർമാർ തമ്മിലുള്ള തർക്കത്തെ തുടർന്നാണ് കാഷ്വാലിറ്റിയിൽ ആയുധവുമായി എത്തി അക്രമം നടത്തിയതെന്ന് പരാതിയിൽ പറയുന്നു. റാഞ്ചിയിൽ നടന്ന ദേശീയ ജൂനിയർ അണ്ടർ 17 വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിനായി വെള്ളി മെഡൽ നേടിയ നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ താരങ്ങൾക്ക് ഉജ്ജ്വല സ്വീകരണം. ആവേശകരമായ ഫൈനലിൽ ബീഹാറിനോട് പൊരുതിയാണ് കേരള ടീം റണ്ണറപ്പായത്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. വിശദമായ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് 1 ലക്ഷം രൂപ സമ്മാനവുമായി ഞാനെത്തുന്നു. 19 രൂപ മുതൽ 999 രൂപ വരെയുള്ള ട്രെൻഡിംഗ് ഫാഷൻ ഇനി നിലമ്പൂരിന്റെ മണ്ണിലേക്ക്. ഡിസംബർ 20 രാവിലെ 10 മണിക്ക് ആറ്റ്ലസ് ഫാഷന്റെ 21ാമത് ഷോറൂം നിലമ്പൂരിൽ ഡിസംബർ 20 കാലത്ത് 10 മണിക്ക് പ്രശസ്ത സിനിമാ താരം ഹണി റോസ് നിർവഹിക്കുന്നു. ചില കാര്യങ്ങളിൽ തർക്കമേയില്ല. പിട്ടാപ്പള്ളി ഏജൻസീസ്, ദ മോസ്റ്റ് ട്രസ്റ്റഡ് നെയിം ഇൻ ടിവി, മൊബൈൽസ് ആൻഡ് അപ്ലയൻസസ്. പണമില്ലെങ്കിൽ വിഷമിക്കേണ്ട. സോളാർ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും. മിതമായ നിരക്കിൽ നിങ്ങളുടെ വീട്ടിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തു തരുന്നു. KM Solar World, complete solar solution. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപിക വെഡിങ്സ്. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപോയിൽ, മലപ്പുറം. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി.